നൈസ് മൂവി ആയിരുന്നു. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കൊന്നും വന്നില്ലായിരുന്നു. വലിയ നെഗറ്റീവ് ആണ് മമ്മൂട്ടിയുടെ ഒരു ഷോ ഓഫ് സിനിമ ആയിരിക്കും. ഒരു രക്ഷയില്ല. വിഷയം ഫൈറ്റ് 73 വയസ്സൊന്നും പറയൂല. ഒരു രക്ഷയില്ലാതെ ഫൈറ്റ് ഇല്ല. എനിക്ക് അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഡീഗ്രേഡ് ചെയ്യാനോ ലൈക്ക് സ്ക്രിപ്റ്റ് മോശമാണെന്ന് അങ്ങനെ കുറച്ച് റിവ്യൂസ് ഞാനും കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ലൈക്ക് നമ്മുടെ മോളിവുഡിലും ഈ ഒരു തരത്തിലുള്ള ഒരു മൂവി വേണമെന്നുള്ള വളരെ അത്യാവശ്യമായിട്ട് പലതരത്തിലും എനിക്ക് ഗസ് ചെയ്യാണ്. എനിക്കത് എൻ്റെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്തത്. കുഴപ്പമില്ലാത്ത പടം. അല്ലോടെ ആക്ഷൻ പടം കുഴപ്പമൊന്നുമില്ല. നമ്മൾ തമിഴ് പടം കണ്ടൊരു ഫീല്. ആസ് യൂഷ്വൽ മമ്മൂട്ടി 73 വയസ്സൊന്നും പറയിപ്പിക്കൂല. അങ്ങനത്തെ രീതിയിൽ നല്ല പടം. കൊള്ളാം. ഇടിയുടെ ബഹളം, തിയേറ്റർ ഇടിയും വെടിയും പോകുകയും. സെക്കൻഡ് ഹാഫ് ക്വാളിറ്റി വീട്ടിലെ സാധനം. രണ്ടാമത്തോട്ടെ ഇന്നലെ കണ്ട് ഇനി അടുത്തത് പാർട്ട് 2 ആണല്ലേ. കൊള്ളാം. വലിയ നെഗറ്റീവ് ആണ് മമ്മൂട്ടിയുടെ ഒരു ഷോ ഓഫ് സിനിമ ആയിരിക്കും. വലിയ ഇതും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കുഴപ്പമില്ല, കൊള്ളാം. നല്ല സിനിമ കൺട്രി. അല്ല, സൂപ്പർ മൂവി, ഇൻട്രസ്റ്റിംഗ് ആണ്. പൊളി മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി. ഒരു നല്ലതാണ്. കൊള്ളാം. പടം അടിപൊളി, മാസ്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആക്ഷനൊക്കെ അടിപൊളി. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. നല്ല മമ്മൂട്ടി അടിപൊളിയായിരുന്നു. നന്നായി ഫൈറ്റും കാര്യമെല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ അടിപൊളി മാസ്. നല്ല ഫൈറ്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. വിഷയം ഫൈറ്റ് 73 വയസ്സൊന്നും പറയൂല. ഒരു രക്ഷയില്ലാതെ ഫൈറ്റ്. സ്റ്റോറി വൈസ് കുഴപ്പമില്ല, എന്നാലും ഫൈറ്റ് ഒരു രക്ഷയില്ല. വൈശാഖ് സംഭവം എടുത്തു പറയാനൊന്നുമില്ല. നമുക്ക് നൈസായിരുന്നു. കൊള്ളായിരുന്നു. നൈസ് മൂവി ആയിരുന്നു. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കൊന്നും വന്നില്ലായിരുന്നു. ബട്ട് കൊള്ളായിരുന്നു. 64 അടിപൊളി സിനിമയാണ്. മമ്മൂക്കയുടെ പ്രായം മറന്നുള്ള ഫൈറ്റ് സീൻസ് ആണ് മൊത്തം. ഒരു ഫാൻ ബേസ് ആയിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. ഇല്ല. എനിക്ക് അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഡീഗ്രേഡ് ചെയ്യാനോ ലൈക്ക് സ്ക്രിപ്റ്റ് മോശമാണെന്ന് അങ്ങനെ കുറച്ച് റിവ്യൂസ് ഞാനും കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ലൈക്ക് നമ്മുടെ മോളിവുഡിലും ഈ ഒരു തരത്തിലുള്ള ഒരു മൂവി വേണമെന്നുള്ള വളരെ അത്യാവശ്യമായിട്ട് പലതരത്തിലും വെറൈറ്റി റേഞ്ചിലാണ് വരുന്നത്. അപ്പം മമ്മൂക്കയുടെ ഈ ഒരു സിനിമ നമ്മുടെ മോളിവുഡിനെ പ്രത്യേക ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു തരത്തിൽ തന്നെയാണ്. എനിക്ക് ചെറുതായിട്ട് തോന്നി. കാരണം അങ്ങനെ മോശം പറയത്തക്ക രീതിയിലൊന്നും ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ലൈക്ക് ഫാൻ ബേസ് ആയിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നല്ലൊരു മൂവി തന്നെയാണ്. തിയേറ്റർ വാച്ചിന് ബെസ്റ്റ് തന്നെയാണ്. ലൈക്ക് ആ ഒരു പ്രായം മറന്നുള്ള ഒരു പ്രകടനം തന്നെയാണ്. ലൈക്ക് ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഫൈറ്റ് സീൻസ് ഒക്കെ അയച്ചു വയ്ക്കുന്നതിൻ്റെ ചില്ലറക്കാർക്ക് പറ്റുന്ന പണിയല്ല. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണുമെന്നുള്ള രീതിയിലാണ് എൻഡിങ് വന്നേക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ എനിക്കിപ്പോൾ സസ്പെൻസായിട്ട് തോന്നിയത് അതിൻ്റെ വില്ലൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് പാർട്ട് തന്നെ നല്ല ഇതാണ്. പക്ഷേ ഇപ്പോഴത്തെ പയ്യന്മാരുടെ യങ് ജനറേഷനിൻ്റെ ആ റേഞ്ചിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. പക്ഷേ പടം നല്ലോണം ഓടും. പക്ഷേ സെക്കൻഡ് പാർട്ട് കാണും. അതിൽ എനിക്ക് ഗസ് ചെയ്യാണ്. എനിക്കത് എൻ്റെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്തത്.